എന്താ നിങ്ങളെല്ലാരും മുട്ടിലിരിക്കുന്നേ? റിക്രൂട്ട്മെന്റ് ആണോ? നമ്മള് വല്ലേ ബീച്ച് പാർട്ടിക്ക് വന്നത് അവിടെ നോക്കേ. ഹരി കേക്കോ? റെഡിയല്ലേ? സെറ്റല്ലേ സെറ്റല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കുടുംബത്തില് അപ്പൊ ഗൈസ് നമ്മുടെ കുടുംബത്തിൽ ഒരാളും കൂടി വരാൻ പോവാണ്. സോ ഇത് ആക്ച്വലി പെട്ടെന്നെടുത്ത ഒരു ഡിസിഷൻ അല്ല, എന്നാലും പെട്ടെന്നെടുത്ത ഡിസിഷനാണ് ഇത്. ഇന്നലെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ല, പക്ഷെ ഇന്ന് ഞാൻ ചന്ദ്രനെ വിളിച്ച് തീരുമാനിച്ചതാണ്. അപ്പൊ നമ്മള് നമ്മുടെ PVP സൈഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പോവാണ്. സോ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വി ആർ വെൽക്കമിങ് T47 Destro to TVA Destro. വെൽക്കം ടു TVA ബ്രദർ. കൊണ്ടുപോവാ ഹരി എന്ന് പറഞ്ഞപ്പോ തമിഴ് കമ്മ്യൂണിറ്റിയിൽ നിന്നും രണ്ടാമത്തെ പ്ലെയർ. ഹായ് ഡെസ്ട്രോ. ഹായ്, വെൽക്കം ടു TVA ബ്രദർ. സൗണ്ട് കുറവാണല്ലോ. സൗണ്ട് അണ്ണനെ വന്നപ്പോ തന്നെ വെച്ചല്ലോടാ. അണ്ണ വന്നപ്പോ തന്നെ വെച്ചല്ലോ നീ. ഡെസ്ട്രോ, അപ്പൊ ഡെസ്ട്രോയുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ആൾക്കാർക്കൊക്കെ വേണ്ടിട്ട് ഒന്ന് പറയോ? എന്നോട് പേര് ഡെസ്ട്രോ, അദ്ദേഹം എല്ലാത്തിനും തരും. നെക്സ്റ്റ് പറഞ്ഞ നീ പേടിക്കണ്ട, ടെൻഷൻ വേണ്ട. വേറെ വേറെ നീ എന്താ ചെയ്യ പോറേ? പ്രീവിയസ് ഗ്യാങ്ങിനോട് താങ്ക്സ് പറയാം. എല്ലായിടത്തും എല്ലാം മെൻഷൻ ചെയ്യാം, എന്ത് വേണേ പറയാം. எனக்கு இப்ப இங்க சப்போர்ட் இல்லாதப்ப சப்போர்ட் கொடுத்தது என்னோட பழைய கேங் T47 தான். ஸோ அவங்கள நான் என்னைக்கும் மறக்க மாட்டேன். அப்ப എനിവേ വെൽക്കം ടു TVA ബ്രദർ. വെൽക്കം. യു ക്യാൻ ജോയിൻ വിത്ത് ദം. അങ്ങോട്ട് ചെന്നു. എടാ പയ്യൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഒന്ന് എന്താ പറഞ്ഞു? ഇപ്പൊ അങ്ങ് പോയിട്ട് അങ്ങോട്ട് പോക്കോ. അതാണ് നമ്മുടെ ഒരു രീതി. അങ്ങനെയാണ്. ഓക്കെ വണ്ടി ഇടിക്കല്ലേ ദൈവമേ. തൊട്ടടുത്തോണ്ട് ചത്തേട്ടാ അവിടെ ചോരുണ്ട്. ആരുടെ ചോരുണ്ട്? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഡെസ്ട്രോയെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് അവിടെ പോയി ഇൻവൈറ്റ് ചെയ്ത് TV അടിച്ചോണ്ട് ഇൻവൈറ്റ് ചെയ്ത് ഇതാക്കിയതൊന്നും അല്ല. ഡെസ്ട്രോയുടെ സ്വന്തം ഇഷ്ടപ്രകാരം TVയിലോട്ട് വന്നതാണ്. അത് നിങ്ങൾക്ക് ഡെസ്ട്രോ എടുത്ത് നാളെ വരുമ്പോൾ നിങ്ങൾക്ക് ഡെസ്ട്രോ എടുത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡെസ്ട്രോ കുറച്ച് നാൾക്ക് മുമ്പ് കോച്ചിനോട്, ഈ ഡെസ്ട്രോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ശരിക്കും? ഈ ഡെസ്ട്രോ പണ്ടുണ്ടായിരുന്ന നേരത്തെ ടീം തമിഴാസ് അറിയാവോ? നിങ്ങൾ സൈക്കോ ഒക്കെ എല്ലാവരും ഒക്കെ അവർ സൈക്കോയുടെ ഒക്കെ റൂമിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു പ്ലെയറാണ്. RPയിലൊക്കെ വരുന്നതിന് മുമ്പ് RP AKM ഒക്കെ നിങ്ങൾ വിട്ടു. അതിനു മുമ്പ് TTയിലുണ്ടായിരുന്ന കോമ്പറ്റേറ്റീവ് പ്ലെയർ ആയിരുന്നു ഡെസ്ട്രോ. അപ്പോൾ ഡെസ്ട്രോ ആക്ച്വലി T47 കയറുന്നതിന് മുമ്പേ TVയിൽ വരുന്ന കാര്യമൊക്കെ കോച്ചിനടുത്ത് പറഞ്ഞിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതൊന്നും. അപ്പോൾ അതിനുശേഷം ആണ് ഇവിടെ ഇവരെ T47 കളിച്ചുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി അവൻ T47 നിന്നാണ് വരുന്നത്. അപ്പോൾ T47 നിന്ന് അവരുടെ പ്ലേയേഴ്സിനോട് പറഞ്ഞപ്പോൾ അതൊക്കെ നിങ്ങൾ പേഴ്സണൽ ചോയ്സ് ആണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് T47 പറഞ്ഞു. സോ T47 സൈഡിൽ നിന്നും പെർമിഷനോട് കൂടിയാണ് ഡെസ്ട്രോ TVയിലോട്ട് വന്നത്. അല്ലാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതാക്കിയതല്ല. അവന് നമ്മൾ TV റെപ്രസെന്റ് ചെയ്ത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ഈ ഡെസ്ട്രോയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ലാസ്റ്റ് നമുക്കെതിരെയുള്ള വാറിൽ നമ്മളെ 1v6 അടിച്ച് TVക്കകത്ത് വന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് ഡെസ്ട്രോ ആണ്. ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയത്തില്ലേ, ഈ പറയണത് പോലെ നമ്മളെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളൊരു സാധനം അത് അവൻ ചെയ്തതാണ്. അല്ലാതെ നമ്മൾ
ഈ പറയണത് പോലെ ഞാൻ കളിക്കും, അതായത് റിക്രൂട്ട്മെന്റ് ഉണ്ടോ എന്നൊന്നും അങ്ങനെ ചോദിച്ച് ഇൻ ബിറ്റ്വീൻ ആർപ്പിക്കകത്ത് വന്ന് ബുദ്ധിമുട്ടിച്ച ഒരാളല്ല. ഡെസ്ട്രോയുടെ ഒരു ലാസ്റ്റിലത്തെ ഒരു മോണ്ടേജ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഡെസ്ട്രോയെ ഇത് ചെയ്തത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് റോളൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഗസ്റ്റ് റോൾ ഉണ്ട്, എന്റെ അടിച്ചിരുന്നുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഡിസ്പ്ലേ ക്യാപ്ചർ, ഗെയിം ക്യാപ്ചർ, ഇതാണ് ഡെസ്ട്രോയുടെ എയിം. ഇപ്പൊ നമ്മൾ റിക്രൂട്ട് ചെയ്ത പ്ലെയറിന്റെ എയിം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഒരു ഫസ്റ്റ് പിക്ക് അവൻ എവിടെ എടുക്കും, ഫസ്റ്റ് പിക്ക് എടുത്തു 2 3, ഇത് ഞാനാണ് 5. നമ്മൾ കളിച്ച ടൂർണമെന്റ് ചന്ദ്രബോസ് ആണ് ഇപ്പൊ വലത്തെ സൈഡിൽ മയങ്ങി വീണത്. തലയിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണോ ഇവൻ? നെക്സ്റ്റ് സ്റ്റീവോ? ഇനി ആരൊക്കെ വന്നാലും ആരൊക്കെ ഇതായാലും സ്റ്റീവിന് തുല്യ സ്റ്റീവ് മാത്രമേ ഉള്ളൂ. അവൻ ഇനി ഏത് ഗ്യാങ്ങിൽ പോയാലും, അത് ഞാൻ പണ്ടും പറയും ഇന്നും പറയണ കാര്യമാണ്, അവനൊരു റീപ്ലേസ്മെന്റ് ഇല്ല. ഇത് ഡെസ്ട്രോക്ക് ഡെസ്ട്രോ, സ്റ്റീവിന് സ്റ്റീവ്. സ്റ്റീവിനെ പോലെ ഒരാളെ ഞാൻ പറയട്ടെ, ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, എടാ നീ ഹാക്ക് വല്ലതും ഇട്ട് കളിക്കുന്നവനാണോ? സത്യം ഞാൻ പറയാം, കാരണം എന്റെ PC-യിൽ ഞാൻ ഒരു ദിവസം കൊണ്ടുവന്ന് അവനെ കളിപ്പിച്ചതാ. എനിക്ക് സസ് അടിച്ചിട്ട്, എനിക്ക് സ്റ്റീവിനെ സസ് അടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന്, ഞാനത് പബ്ലിക്കലി പറയാൻ റെഡിയാ ഗൈസ്. എനിക്ക് സ്റ്റീവിനെ സസ് അടിച്ചിട്ട് ഇവന്റെ വാലോറന്റിലും എല്ലാത്തിലും എയിം കണ്ടിട്ട് എനിക്ക് സസ് തോന്നി. ഞാൻ എന്റെ PC കൊടുത്തിട്ട് ഞാൻ ഒരു ദിവസം അവനെ എന്റെ വീട്ടിലിരുത്തി കളിപ്പിച്ച്. അവൻ കീബോർഡൊക്കെ പിടിക്കുന്നതാണോ, ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഒട്ടിച്ച് ഇങ്ങനെയാണ്, കീബോർഡിലൊന്നും നോക്കുമല്ലോ, ഇങ്ങനെയൊക്കെയാണ് അവൻ കീബോർഡിലൊക്കെ പിടിക്കണേ. അന്ന് എനിക്ക് മനസ്സിലായ ഡെസ്ട്രോ കണക്ട് ഭരത് നായറോ? എടാ വാർചാറ്റിൽ ഇട്ടില്ലല്ലോ, ഞാൻ ഇടാൻ പോവാണേ. ഹലോ കേക്കോ? ആരും റെസ്പോണ്ട് ചെയ്തേ? വാർചാറ്റിൽ ഇട്ടില്ലല്ലോ. എടാ ഇവിടെ T/war ആണോ TV ആണോ? T/war. വെൽക്കം ടു TVA ഡെസ്ട്രോ. എടാ അതിന്റെ ബാക്കിലിട്ടവൻ, എന്തൊരു ടൈമിങ്. അല്ലടാ ഇവിടെ ഓരോ വട്ടം മാറോടാ. കഴിഞ്ഞ വട്ടം TV ആയിരുന്നു, ഇത് കഴിഞ്ഞ് വന്നപ്പോ ഇവനില്ലടാ അളിയാ, നമ്മ ലാസ്റ്റ് പറഞ്ഞ മുന്നത്തെ വാറല്ലേ, നെക്സ്റ്റ് ഡേ ഡെസ്ട്രോ കപ്പിൾ RP.